എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഏത് ആപ്പിലാണ് ചേച്ചി എഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ ഏത് ആപ്പ് എങ്ങനെയാണ് എഡിറ്റിങ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലെയുള്ളവരാണ് അവരും അപ്പോൾ അവർക്കും ഒന്നും അറിയാത്തത് കൊണ്ടാണ് ചോദിക്കണമെന്ന് മനസ്സിൽ കരുതി. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, ജസ്റ്റ് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് വിശദമായി പറയാൻ എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ തുടങ്ങിയത് തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന എഡിറ്റിംഗ് അത് മാത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടാണ്. അത് മെയിനായിട്ട് തുടക്കക്കാർക്ക് പ്രയോജനമായ ഒരു ആപ്പാണ് ഇൻഷോട്ട് ആപ്പ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പോയി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ചിലവിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കണം പക്ഷെ ഉണ്ടെങ്കിൽ കൂടി അവരത് നോക്കില്ല, ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാനത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്ന, ഇൻഷോട്ടിൽ പോയി എഡിറ്റ് ചെയ്യുന്ന, മ്യൂസിക് വെക്കുന്ന, സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുന്ന അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ നമുക്കപ്പോൾ സ്ക്രീൻ റെക്കോർഡ് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഷോട്ട് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളവർ കുഴപ്പമില്ല, അല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇൻഷോട്ട്. അതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് കാണുന്നില്ലേ, ക്രിയേറ്റ് ന്യൂ ഫസ്റ്റ് അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വീഡിയോസ് മുഴുവൻ ഇതിൽ വരും. ഞാൻ കുറേ ഇൻഷോട്ടിൽ ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതവിടെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു വീഡിയോ എടുത്ത് പാറക്കുട്ടിൻ്റെ തന്നെ അതിൽ ഓക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് അറിയേണ്ടത് എന്താണ്, നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് അല്ലേ. ഓണാക്കി കഴിഞ്ഞാൽ ഇത്. അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ട് മ്യൂസിക്, നമുക്ക് ആഡ് സൗണ്ട് കൊടുക്കാൻ മ്യൂസിക്, അതേപോലെ മ്യൂസിക് അതിൽ ഒറിജിനൽ സൗണ്ട് കുറയ്ക്കാൻ, അതൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൊന്ന് പ്രസ് ചെയ്യുക, നമ്മൾ കൊടുത്ത വീഡിയോയിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒന്ന് തൊട്ടാൽ ഇങ്ങനെ ഒരു ചിഹ്നം വരും, അതിലുണ്ട് മ്യൂസിക് എന്നുള്ള ചിഹ്നം ഉണ്ടായി. ആ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആ നീലയിൽ തന്നെ ബ്ലൂയിൽ തന്നെ ഒന്നും കൂടി കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ വോയിസ് കളഞ്ഞിട്ട് നമുക്ക് ഈ റൈറ്റ് ചിഹ്നത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ മുഴുവൻ വോയിസും പോയി കിട്ടും. അതിൽ പിന്നെ വോയിസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്കതിൽ അങ്ങനെ നമുക്ക് പല മൈ മ്യൂസിക് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻ അവിടെ കണ്ട്. നമുക്കിനി റെക്കോർഡാണ് നോക്കാം. നമുക്കിതിൽ വോയിസ് ഓവർ കൊടുക്കാം അല്ലേ. വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ റെക്കോർഡ് വേണം അല്ലേ. അപ്പം നമ്മൾ ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ചുവപ്പ് റെക്കോർഡ് എന്നുള്ളതിൽ ചുവപ്പ് ഇതിൽ അമർത്തി കൊടുത്താൽ നമുക്ക് അതിൽ വോയിസ് നമുക്ക് പറയാം, റെക്കോർഡ് ചെയ്യാം. നമുക്ക് എന്താണോ പറയേണ്ടത് അതിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്കത് റൈറ്റ് ചിഹ്നത്തിൽ, ഇതവിടെ റൈറ്റ് ചിഹ്നത്തിൽ കൊടുത്തോ, എന്നിട്ട് നമുക്ക് എന്താ പ്ലേ ചെയ്ത് കേൾക്കാം. അതേപോലെ വേണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കി കളയാം. അവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്, അതിലമർത്തി ഡിലീറ്റ് ആക്കി കളഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മ്യൂസിക് കൊടുക്കേണ്ടതാണ് അല്ലേ. അപ്പം അതിൽ നമുക്ക് ഫോണിലുള്ളതുണ്ട്, പല ഓപ്ഷൻ ഉണ്ട് ഇതിൽ കേട്ടോ. പല ഓപ്ഷൻ മൈ മ്യൂസിക്കിൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ മ്യൂസിക് ഉണ്ട് അതൊക്കെ ഉണ്ട്, അതിലുണ്ടാകും. നമുക്കത് ആഡ് ചെയ്യാം. പക്ഷെ എൻ്റെ ഫോണിൽ മ്യൂസിക്കൊന്നും ഇല്ല, ഓൾറെഡി റെക്കോർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ ഒന്ന് എടുക്കണമെങ്കിൽ അത് നമുക്ക് അതിൽ ആ ഓപ്ഷൻ ഉണ്ട്. ഏതാ വേണ്ടത് വെച്ച് ഏതെന്ന് എടുക്കാം, സെർച്ച് ചെയ്തെടുക്കാം. സെർച്ചിലമർത്തിയാൽ നമുക്ക് ഏത് സോങ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്താൽ അത് കിട്ടും. എന്നിട്ട് നമുക്കത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെടുത്തത്. ഞാൻ വീഡിയോ ഇത് നേരത്തെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഷോട്ട് എന്ന് എഴുതിയിട്ടില്ലേ, അവിടെ ഒരു ഇൻഡു ചിഹ്നമുണ്ട്, അതിൽ അമർത്തി കഴിഞ്ഞാൽ ഇൻഷോട്ട് അത് പോയി കിട്ടും, മാറിക്കിട്ടും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഏതാണ് നമ്മുടെ സൈസ് ക്യാൻവാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫിറ്റാണ് കൊടുക്കാറുള്ളത്. പിന്നെ യൂട്യൂബിൻ്റെ ആണെങ്കിൽ 16:9 പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൻ്റെ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. നമുക്ക് ഏതാ ഫോണിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. അതിൽ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് ചിഹ്നത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ
അതും ഓക്കെ ആവും കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് ടൈറ്റിൽ കൊടുക്കണം അല്ലേ, ടൈറ്റിൽ കൊടുക്കണം, അതേപോലെ മോജ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഐറ്റമാണ്. ഞാനപ്പോൾ മോജ് ഫസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതാണോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു മോജ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അവിടെ, അതിൽ കൊണ്ടുപോയിട്ട് സ്റ്റിക്കേഴ്സിൽ പോയിട്ട് മോജ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം. അതാണ് ഒരു പണിയില്ലേ, ടൈപ്പ് ചെയ്യാനാണ് എല്ലാവർക്കും മടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാറുക്കുട്ടീന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പാറുക്കുട്ടീന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നമുക്ക് തുടക്കം മാത്രം ഉടഞ്ഞു കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് സ്ക്രോൾ ചെയ്ത് എവിടേക്കാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കാം. കണ്ടില്ലേ, വീഡിയോൻ്റെ ഏത് സൈഡാണോ അത് വേണ്ടത് അങ്ങനെ ചെയ്യാം. പിന്നെ ടൈറ്റിൽ കൊടുത്തില്ലേ, ഏത് സ്ക്രോൾ, പിന്നെ എഫക്റ്റ് ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ എന്താ ഫിൽറ്ററിൽ അമർത്തി. ഞാൻ അധികം ഫിൽറ്ററൊന്നും കൊടുക്കാറില്ല, ഞാൻ സാധാ നമ്മുടെ നോൺ തന്നെ ചെയ്യാറ്. പിന്നെ ഇതാ ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ ഞാനിതാ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് മാത്രം. പിന്നെ ഡ്രിം ചെയ്യുകയാണെങ്കിൽ അതാണ് മെയിനായിട്ട് അറിയാത്തത് അല്ലേ എല്ലാവർക്കും. അപ്പം നമുക്ക് ഇവിടെ സ്ലിപ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, നമുക്ക് വീഡിയോ കുറച്ച് സ്ക്രോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ വീഡിയോയിൽ തൊട്ടിട്ട് സ്ലിപ്പിൽ അമർത്തി കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് എടുത്ത് കളയാം. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് അത് ബാക്കിയുള്ള ഭാഗം പോയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ ബാക്ക്ഗ്രൗണ്ടാണ് അടുത്തത്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, നമുക്ക് ഏതാ കളർ എങ്ങനത്തെ വേണം ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം നമുക്ക് ഫോണിൽ നിന്ന് എടുക്കണമെങ്കിൽ അങ്ങനെയുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതാ ഒരു കളർ വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കളറൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. അപ്പോൾ നമുക്കിത് വോയിസ് ഓവർ കൊടുത്തിട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ അങ്ങനെ കേൾക്കാം. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ മാത്രമാണ് ഈ വീഡിയോ ഞാനൊന്ന് ഇൻഷോട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്ര. പിന്നെ അടുത്തത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സ്പീഡ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് അതിൽ അറിയാലോ, അത് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ക്രോപ്പ് ചെയ്യാനും എല്ലാവർക്കും അറിയാം, അതും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. പക്ഷെ ക്രോപ്പ് ജസ്റ്റ് ഒന്ന് ചെയ്യാം. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇവിടെ വോയിസ് എഫക്റ്റാണ് ഉള്ളത്. അതായത് നമ്മുടെ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തായാലും പിന്നെ അല്ലെങ്കിൽ വീഡിയോ നമ്മ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ചെയ്തതായാലും നമുക്ക് സൗണ്ട് കൂട്ടാനാണ് ഈ വോയിസ് എഫക്റ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ സൗണ്ട് അതായത് വോയിസ് എഫക്റ്റ് അതിനുള്ളതാണ്. അത് മൈക്ക് പോലെ ഒരു ചിഹ്നം ഉണ്ടാവും. അപ്പം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇപ്പോൾ ഞാൻ വോയിസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് ഓക്കെ ആവാത്തത്. ഇനി അടുത്തത് റൊട്ടേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. റൊട്ടേറ്റ് എടുത്തിട്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാം, എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കറിയാം റൊട്ടേറ്റ് അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാം. പിന്നെ അത് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞില്ലേ, ഇതാ കളറ് സെറ്റ് ചെയ്യാനും അത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻഷോട്ടിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ ക്ലിയറായ വീഡിയോ എഡിറ്റ് ചെയ്യാനും നല്ല പെർഫെക്റ്റായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാമത് ശ്രദ്ധിക്കുക പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇൻഷോട്ട് എന്നുള്ളത് ഇതവിടെ ഇൻഡു ചിഹ്നമുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലായി പോകും. അപ്പോൾ അതൊന്ന് കളയണം, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻഷോട്ട് എന്നുള്ളത് കാണും. അതുകൊണ്ട് മാത്രമാണ് ആ ഇൻഡു ചിഹ്നത്തിലിട്ടതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് കണ്ടില്ലേ, എക്സ്പോർട്ട് എന്നുള്ള ചിഹ്നത്തിൽ തൊട്ട് ഓട്ടോമാറ്റിക്കലായി അത് സേവ് ആവും. സേവായിട്ട് പിന്നെ നമ്മുടെ ഗാലറിയിൽ പോയി നോക്കിയാൽ കാണാം. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ ഇൻഷോട്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള വെരി സിമ്പിളായ ഒരു ആപ്പാണ് ഇൻഷോട്ട് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.